രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം അനുസ്മരിക്കുമ്പോൾ കർത്താവ് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ സമീപിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? കർത്താവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നിരന്തരം അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അവിടുത്തെ വലിയ ദാനമാണ്, വലിയ കരുണയാണ് എന്ന് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണോ നമ്മുടെ മുമ്പിലുള്ളത്? അതോ കൃതജ്ഞത നിർഭരരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗം കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം നടക്കുന്ന ഒന്നാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടി തനിയെ മലമുകളിലേക്ക് കയറിപ്പോകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയം തൻ്റെ ശിഷ്യന്മാരോട് മറുകരയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ കർത്താവ് പറയുന്നുണ്ട്. പിന്നീട് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഈശോയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവിടെ മറ്റു വള്ളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് യേശുവിനെ തിരക്കി വന്നവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കാം യേശുവിനെ കണ്ടപ്പോൾ അങ്ങ് എപ്പോൾ ഇവിടെ എത്തി എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എങ്കിലും അവരുടെ ആ ചോദ്യത്തെ കർത്താവ് നേരിടുന്നത് മറ്റൊരു രീതിയിലാണ്. കാരണം യേശു എപ്രകാരം അവിടെ എത്തി എന്നുള്ളതല്ല അവരുടെ ആ ചോദ്യത്തിനർത്ഥം. മറിച്ച് യേശുവിൽ നിന്ന് ഇനി തങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ള ചിന്തയാണ് അവരെ യേശുവിലേക്ക് എത്തിക്കുക. കാരണം തലേദിവസം അവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകി. ആ സ്ഥലത്താണ് വീണ്ടും അവർ വന്ന് യേശുവിനെ തിരക്കുന്നത്. ഇന്ന് അതിനേക്കാൾ വലിയ എന്തെങ്കിലും അടയാളങ്ങൾ കാണുവാനുള്ള ഒരു ആഗ്രഹം. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിരന്തരം ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു ആവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരാവശ്യവുമായിട്ടായിരിക്കും നമ്മൾ കർത്താവിനെ സമീപിക്കുക. മനസ്സ് പലപ്പോഴും ആ ഒരു തലത്തിലേക്ക് രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒരു വാസ്തവം.
നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ആ ഒരു രീതിയിലാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ സമീപിക്കുന്ന രീതി. ഞാനൊരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിയോഗത്തിന് വേണ്ടി എന്ത് ത്യാഗമെടുക്കുവാനും ഞാൻ തയ്യാറാണ്. എന്നാൽ ആ നിയോഗം എൻ്റെ ജീവിതത്തിൽ നിറവേറിക്കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ത്യാഗപ്രവൃത്തികൾ തീരുന്ന ഒരവസ്ഥ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ സമീപിക്കുക. അല്ലാത്ത അവസരങ്ങളിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ ചുമ്മാ ഒന്ന് ഇരിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? എനിക്ക് ഒന്ന് പരീക്ഷ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ, അങ്ങനെ പല ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണോ നമ്മൾ കർത്താവിനെ സമീപിക്കുന്നത്? ഇന്ന് ഈ തിബേരിയാസിലേക്ക് കടന്നു വന്ന ആ ജനങ്ങൾ കർത്താവ് ഇന്ന് എന്ത് പ്രവർത്തിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. കർത്താവിലൂടെ ദൈവം എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല വരുന്നത്, മറിച്ച് അവരുടെ ശാരീരികമായ ഒരു അഭിലാഷം തീർക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും കർത്താവിനെ സമീപിക്കുകയാണ്. വിശന്നിരുന്നപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തു. വീണ്ടും അതുപോലെ എന്തെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ള ഒരു ചിന്ത. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക? പലരും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ഇന്ന ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ ഇപ്പോൾ പോകുന്ന ജീവിതാവസ്ഥ എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് പലരും വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ തിരികെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കും, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് മാറണം, അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകും. എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും, ഒരു കൊന്ത അവിടെ ഇരുന്ന് ചെല്ലും. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭർത്താവ് മദ്യപാനം നിർത്തുന്നു. ആ സമയം തൻ്റെ നിയോഗം കർത്താവ് പൂർത്തീകരിച്ചു തന്നു എന്ന സന്തോഷത്തിൽ അതുവരെ തുടർന്നു വന്ന ആ ഒരു പരിപാടി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുക. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇതുപോലെ ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ വ്യക്തിപരമായും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരം ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊന്ത ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ആ ഒരു നിയോഗത്തിൽ മാത്രമായിരിക്കും. ആ നിയോഗത്തെക്കാൾ ഉപരിയായി പല കാര്യങ്ങളും പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ബാധ്യസ്ഥരായ വ്യക്തികളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരും ജീവിതം തന്നെ കർത്താവിൻ്റെ വലിയ ദാനമാണ്. നമ്മൾ ജോലിയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, പക്ഷേ ജോലിക്ക് വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ കർത്താവ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ അതും കർത്താവിൻ്റെ ഒരു പരിപാലന തന്നെയല്ലേ. നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കില്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അതിലൂടെ കർത്താവ് എന്നെ വഴി നടത്തുന്നില്ലേ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, കരുണാമയനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ ശ്രദ്ധാലുവായ വ്യക്തിയാണ്. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ ഹിതം അതായതുകൊണ്ടാണ്. ഇന്നത്തെ വായിച്ചുകേട്ട സുവിശേഷൻ്റെ അവസാന ഭാഗവും ദൈവഹിതത്തെക്കുറിച്ചാണ് പറയുക. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറുപടി എന്താണ്? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക, കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുക.
കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയുക. നമ്മളെക്കാൾ മുമ്പായി നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നവനാണ് കർത്താവ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്നവനാണ് കർത്താവ്. അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് തിരിച്ചറിയാതെ എല്ലാം തിടുക്കത്തിൽ ലഭിക്കണം എന്ന ഒരു ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് വലിയ തെറ്റ് തന്നെയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട് എന്ന ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. നമ്മുടെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണത് എന്ന് കർത്താവ് ഉറപ്പിച്ച് പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത്? കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങൾ കൊണ്ടാണോ, സാമ്പത്തികമായ ക്ലേശങ്ങൾ കൊണ്ടാണോ, രോഗാവസ്ഥകൾ കൊണ്ടാണോ, അതോ തിരസ്കരിക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കാം കർത്താവിലേക്ക് പൂർണ്ണമായും ശരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും യേശുനാഥൻ ആരാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. 3 വർഷക്കാലം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. യേശു ചെയ്യുന്ന എല്ലാ അടയാളങ്ങളും കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ പ്രബോധങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും യഥാർത്ഥത്തിൽ യേശു ആര് എന്ന തിരിച്ചറിവിലേക്ക് അവർ കടന്നു വന്നത് അവിടുത്തെ ഉദ്ധാനത്തിന് ശേഷമാണ്. അതുവരെ ഒത്തിരിയേറെ സംശയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പലതും കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നുപോയില്ല. എപ്പോഴും ഒരു സംശയത്തിൻ്റെതായ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവും അതിൻ്റെതായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ഇപ്പോൾ തന്നെ ഇവരുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കും എന്ന രീതിയിലല്ല കർത്താവ് പ്രവർത്തിച്ചത്. മറിച്ച് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പതിയെ അവരുടെ മനസ്സിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യേശുവിനെ പിടിച്ചു കൊണ്ടുവന്ന ആ സമയത്ത് യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകില്ലായിരുന്നു. യേശുവിനെ പടയാളികൾ വന്ന് ബന്ധനസ്ഥനാക്കുന്ന വേളയിൽ ആരും തന്നെ കൂടെ നിന്നില്ല. എല്ലാവരും തന്നെ ഓടി ഒളിക്കുന്ന ഒരവസ്ഥ. യേശുവിനെ കുരിശിൽ തറച്ചതിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന പേരിൽ ഇറങ്ങി നടക്കുവാൻ പോലും ഭയപ്പെട്ട് ഒരു മുറിയിൽ കതകടച്ച് ഇരുന്നവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശുവിന് പോലും താൻ ഈ ശിഷ്യന്മാരെയാണല്ലോ കൂടെ കൂട്ടിയത് എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം യേശുവിനറിയാം അതിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ തൻ്റെ ശിഷ്യന്മാർ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കും, അവർ എനിക്ക് വേണ്ടി നിലകൊള്ളും എന്ന് കർത്താവിനറിയാമായിരുന്നു. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പിന്നീട് സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മളിൽ പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടത്, എപ്പോഴാണ് നമ്മളെ ഓരോരുത്തരെയും താങ്ങി നിർത്തേണ്ടത്. അത് കർത്താവിനറിയാം. നീ വീണ് പോകുന്ന അവസരങ്ങളിൽ നിനക്ക് താങ്ങായി കർത്താവ് കൂടിയുണ്ട്. അത് നിനക്ക് പൂർണ്ണമായും അനുഭവവേദ്യമാകുന്ന നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീ യേശുവിനെ ആഗ്രഹിക്കുന്ന നിമിഷമായിരിക്കാം. പ്രിയമുള്ളവരെ, അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴൊക്കെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ഒരിക്കലും കർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട സമയം കർത്താവിനറിയാം. അതുകൊണ്ട് ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവനാണ് കർത്താവ് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ഓരോരുത്തരെയും പാപഭാരങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തവനാണ് കർത്താവ് എന്ന് തിരിച്ചറിയുക. നാം പോലും ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്തവനാണ് കർത്താവ് എന്ന് തിരിച്ചറിയുക. അവിടുത്തെ വലിയ കരുണയിൽ നിന്നും ഇന്നും നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനാണ് കർത്താവ് എന്ന് തിരിച്ചറിയുക. ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാൻ പരിശ്രമിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സ്ഥലം മാത്രമല്ല
കർത്താവിൻ്റെ സന്നിധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോടൊപ്പമായിരിക്കുവാൻ നമുക്കൊരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശാരീരികമായ അഭിലാഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതുപോലെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല അങ്ങയെ സമീപിക്കേണ്ടതെന്ന് ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. കർത്താവേ, അങ്ങയെ സമീപിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ വലിയ അനുഗ്രഹദായകമായ നിമിഷമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ സന്നിധിയിലായിരിക്കുക. കാരണം അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെല്ലാം നേടുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സമീപിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. 10 കുഷ്ഠരോഗികൾ കർത്താവേ അങ്ങയാൽ സുഖം പ്രാപിച്ചപ്പോൾ 9 പേരും അവരുടെ ഇഷ്ടമുള്ള വഴികളിലൂടെ തിരികെ പോയി. അതിലൊരു വ്യക്തിക്ക് മാത്രമാണ് തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുന്നത്. അവൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞപ്പോഴാണ് അവന് ലഭിച്ച ആ സൗഖ്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ അവന് സാധിച്ചത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന സൗഖ്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾ ഓരോരുത്തരും നന്ദി പറയണം. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സമീപിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഓരോരുത്തരും ഇതാ ശിരസ്സ് നമിച്ച് അങ്ങയുടെ ആശീർവാദം ഏറ്റുവാങ്ങുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,